നമ്മുടെ മുമ്പിൽ ഒരു ബസ് അല്ലെങ്കിൽ ലോറി പോയാൽ ഒരു സിഗ്നൽ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോയേക്കാം, അല്ലെങ്കിൽ ഒരു റോഡ് സൈൻ നമുക്ക് മിസ്സായി പോയേക്കാം. പക്ഷേ റോഡ് മാർക്കിങ്സ് റോഡിൽ തന്നെ വരച്ചിരിക്കുന്ന വരകളായതുകൊണ്ട് യാതൊരു കാരണവശാലും നമുക്ക് മിസ്സായി പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു നാവിഗേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് റോഡ് മാർക്കിങ്സ് ഓരോന്നായിട്ട് പഠിക്കാം. ഇത് കണ്ടില്ലേ, തുടർച്ചയായിട്ട് വെള്ള വര. ഈ വര ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓവർടേക്ക് അല്ലെങ്കിൽ ലൈൻ മുറിച്ച് കടക്കാൻ പറ്റുന്ന ഏക വര ഇതാണ്. വലിയ അകലത്തിലുള്ള നീളം കുറഞ്ഞ വരകൾ ഇത് ഓവർടേക്കിന് അനുവദനീയമാണ്. ഇതിന് ശേഷം വരുന്നതാണ് ബ്രോക്കൺ ലൈൻസ് ആണെങ്കിലും ഇതിന് അകലം കുറവാണ്. ഇത് കൊടുക്കുന്നത് ഇതിന് തൊട്ട് മുമ്പായിട്ടൊരു മഞ്ഞ വരയായിരിക്കും. മഞ്ഞ വരയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ആണ് ഇത് കൊടുക്കുന്നത്. ഇതും നമുക്ക് ഓവർടേക്ക് ചെയ്യാം. അപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള രണ്ട് വരകൾ ഇത് രണ്ടും മാത്രമാണ്. വലിയ അകലത്തിലുള്ള നീളം കുറഞ്ഞ വരകളും ചെറിയ അകലത്തിലുള്ള നീളം കൂടിയ വരകളും. ഇതിന് ശേഷം വരുന്നതാണ് കണ്ടിന്യൂസ് വൈറ്റ് ലൈൻ. ഇത് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. കുറച്ചുകൂടെ സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് ഡബിൾ ലൈൻ. ഇത് യാതൊരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അടുത്തത് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു വെള്ള വരയും ഡോട്ടഡ് ലൈൻസ് രണ്ടുമുണ്ട്, രണ്ടും കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ലൈനിൻ്റെ ഭാഗത്തുള്ള വാഹനത്തിന് ക്രോസ് ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് വരുന്ന വാഹനത്തിൻ്റെ സൈഡിൽ കണ്ടിന്യൂസ് ലൈനാണ്. ഈ വാഹനത്തിന് ഈ ലൈൻ മുറിച്ച് കിടക്കാൻ പാടില്ല. അതേസമയം ഇവിടുന്ന് വരുന്ന വാഹനം ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളത് ബ്രോക്കൺ ലൈനാണ്. ഇവിടുന്ന് ഒരു വാഹനത്തിന് ഈ ലൈൻ മുറിച്ച് കിടക്കാം. ഒരു ഭാഗത്തുള്ള ട്രാഫിക്കിന് മാത്രമേ ഈ ലൈൻ മുറിച്ച് കടന്ന് ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അടുത്തായിട്ട് മഞ്ഞ വര. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു വെള്ള വരയായിരുന്നു, സെയിം ആണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയസിലാണ് മഞ്ഞ വര കൊടുക്കുന്നത്. മഞ്ഞ വര സിംഗിളും ആയിരിക്കും ഡബിളും ആയിരിക്കും, രണ്ടും ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന വരകൾ ഏതാ? ഡോട്ടഡ് ലൈൻസ് മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. സിംഗിൾ വെള്ള ലൈൻ, സിംഗിൾ യെല്ലോ ലൈൻ, ഡബിൾ വൈറ്റ് ലൈൻ, ഡബിൾ യെല്ലോ ലൈൻ, ഇതൊന്നും യാതൊരു കാരണവശാലും ക്രോസ് ചെയ്യാൻ പാടില്ല. മഞ്ഞ ലൈൻ കൊടുക്കുന്നത് വളരെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയസിലാണ് മഞ്ഞ ലൈൻ കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ലാഡർ ഹാച്ചിങ്. നമ്മൾ MC റോഡിൽ എന്നും ഡിവൈഡറില്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ടാണ് ഡിവൈഡർ കൊടുക്കാത്തത്. ഡിവൈഡറിൻ്റെ പർപ്പസാണ് ലാഡർ ഹാച്ചിങ് ചെയ്യുന്നത്. നമ്മുടെ റോഡിൽ നോക്കിയാൽ കാണാം, നമ്മൾ ഈ റോഡിലുണ്ട് ലാഡർ ഹാച്ചിങ്. ഡിവൈഡറിൻ്റെ ഫംഗ്ഷനാണ് അത് ചെയ്യുന്നത്. അടുത്ത കണ്ടില്ലേ, റോഡ് സൈഡിൽ ഡിഫ്ലക്ഷൻ മാർക്കിംഗ്. നമ്മൾ കർവിലൊക്കെ കാണാം ഇങ്ങനെ വരകൾ കാണാം. ഇത് വേറെ ഒന്നുമല്ല, രാത്രി കാലങ്ങളിൽ ഡ്രൈവറിനെ റോഡിൻ്റെ സൈഡ് ഭംഗിയായി കാണാൻ വേണ്ടിയിട്ടും റോഡിൽ നിന്ന് തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഡിഫ്ലക്ഷൻ മാർക്കിംഗ് കൊടുക്കുന്നത്. റോഡ് സൈഡിൽ മഞ്ഞ വര കണ്ടിട്ടുണ്ടോ? എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. വെള്ള വരയാണെങ്കിൽ പാർക്ക് ചെയ്യാം. ഇവിടെ നോ പാർക്കിംഗ് ബോർഡൊന്നും കാണത്തില്ല. പക്ഷേ റോഡ് സൈഡിൽ മഞ്ഞ വര കണ്ടു കഴിഞ്ഞാൽ അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. അടുത്തായിട്ട് സിക്സാക് ലൈൻ, ഇസഡ് ഷേപ്പിൽ ലൈൻ, സൈഡിലും കാണും നടുക്കുമെല്ലാം കാണും. വേറെ ഒന്നുമല്ല, ഇവിടെ ഒരുപാട് റോഡ് കാൽനട യാത്രക്കാർ അശ്രദ്ധമായിട്ട് റോഡ് മുറിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം പല സ്ഥാപനങ്ങൾ അവിടെ കാണും. സ്കൂള്, കോളേജ്, ബാറ്, അങ്ങനെയുള്ള ഹോട്ടൽ, അങ്ങനെയുള്ള കാണും. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഉള്ള രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ സൈഡിലുമായിരിക്കും. അപ്പോൾ ഒരുപാട് യാത്രക്കാർ റോഡ് അശ്രദ്ധമായിട്ട് മുറിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് സിക്സാക് മാർക്കിംഗ് കൊടുക്കുന്നത്. ഇവിടെ വരുമ്പോഴും വാഹനം വളരെ ശ്രദ്ധയോടെ ഓടിച്ചുകൊണ്ട് പോകാൻ പാടുള്ളൂ. ബോക്സ് ജംഗ്ഷൻ, നമുക്ക് കൊല്ലം ജില്ലയിലെങ്കിലും ഇല്ലെന്ന് തോന്നുന്നു. അടുത്തുള്ളത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടാണ്. വേറെ ഒന്നുമല്ല, ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത ജംഗ്ഷനിലാണ് ബോക്സ് ജംഗ്ഷൻ കൊടുക്കുന്നത്. ട്രാഫിക് സിഗ്നലിന് പകരം ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടുന്ന് വന്ന് റൈറ്റ് പോകണം. ഇവിടെ വന്ന് നിന്ന് ഇവിടെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ബോക്സ് ജംഗ്ഷനിലേക്ക് നമ്മൾ കയറി റൈറ്റിലോട്ട് പോകാൻ പാടുള്ളൂ. ബോക്സ് ജംഗ്ഷനിൽ കയറി യാതൊരു കാരണവശാലും നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കേണ്ട സാഹചര്യമാണെങ്കിൽ ബോക്സിൽ കയറാൻ പാടില്ല. റോഡ് മുമ്പോട്ടുള്ള റോഡ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ബോക്സ് ജംഗ്ഷനിൽ കയറി യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആവുന്നുണ്ട്, കേൾക്കുന്നുണ്ടല്ലോ ബാക്കിൽ. നമ്മുടെ അതുപോലെ MC റോഡിൽ റോഡ് ഹംസ് ഒന്നുമില്ല, റോഡ് ബമ്പ് കൊടുക്കാൻ പാടില്ല. അതിന് പകരം സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് ബാർ മാർക്കിംഗ് കൊടുക്കുന്നത്. കണ്ട് 6 സ്ട്രിപ്സ് കാണും, മഞ്ഞ 6 സ്ട്രിപ്സ് കാണും, 4 സെറ്റ് കാണും 2 സൈഡിലുമായിട്ട്. ഇതാണ് റീച്ച്, ഹസാർഡ് റീച്ച്. ഇതാ അതിൻ്റെ 2 സൈഡിലുമായിട്ട് 4 സ്ട്രിപ്പ് കാണും, 4 സെറ്റ് 6 സ്ട്രിപ്പ് ബാർ മാർക്കിംഗ്. സ്പീഡ് ബ്രേക്കറാണ്. അടുത്തായിട്ട് ഗോസ്റ്റ് ഐലൻഡ് മാർക്കിംഗ്. ഇത് കണ്ടിട്ടുണ്ടോ? റോഡിൻ്റെ നടുക്കായിട്ട് കുറേ ഇങ്ങനെ ഹാച്ച് മാർക്കിംഗ് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ചടയമംഗലത്തുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലോട്ടൊരു ബൈ റോഡിൽ ക്രോസ് ചെയ്യണം. എങ്ങനെ ക്രോസ് ചെയ്യും? എതിർ ദിശയിൽ വണ്ടി വരത്തില്ലേ? അപകട സാധ്യതയില്ലേ? ബാക്കിൽ നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് നിർത്തുമ്പോൾ ബാക്കിൽ നിന്നൊരു വണ്ടി വന്ന് തട്ടാൻ സാധ്യതയില്ലേ? ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചടയമംഗലം ജംഗ്ഷനിലുണ്ട്. ചടയമംഗലമാണെന്ന് വിചാരിക്കും. ഇവിടുന്ന് നമ്മൾ ചടയമംഗലിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോവാം. നിങ്ങൾക്ക് വലത്തോട്ട് വർക്കല പോകണം. നിങ്ങളിങ്ങനെ നേരെ വരിക. തിരുവനന്തപുരത്തോട്ട് പോകേണ്ട വണ്ടികൾക്ക് നേരെ പോകാം. വർക്കലയിലുണ്ട്. വലത്തോട്ട് പോകേണ്ട വണ്ടികൾ ഈ ഹാച്ച് മാർക്കിംഗ് കഴിഞ്ഞ് ഈ ലൈനിലോട്ട് കയറിയതിന് ശേഷം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ലൈൻ ട്രാഫിക് ക്ലിയർ ആണെങ്കിൽ മാത്രം വലത്തോട്ട് തിരിഞ്ഞു പോവാം. അതാണ് ഗോസ്റ്റ് ഐലൻഡ് മാർക്കിംഗ്. റോഡിൻ്റെ നടുക്കായിരിക്കും കാണുന്നത്. ഈ ലൈൻ കണ്ടിട്ട് നിങ്ങൾ നേരെ പോകേണ്ട വണ്ടി ഇതിൽ കയറാൻ പാടില്ല.
വലത്തോട്ട് പോകേണ്ട വണ്ടികൾക്ക് മാത്രമേ ഗോസ്റ്റ് ഐലൻഡിൽ കയറാൻ പാടുള്ളൂ. അടുത്ത സീബ്ര ക്രോസിംഗ്. വാഹനം ട്രാഫിക് സിഗ്നലിൽ എവിടെ നിർത്തേണ്ടതെന്ന് അറിയാമല്ലോ. സീബ്ര ക്രോസിംഗിൽ നിർത്താൻ പാടില്ല. അതിന് മുമ്പായിട്ട് സ്റ്റോപ്പ് ലൈൻ കാണും. സ്റ്റോപ്പ് ലൈൻ 2 ലൈൻ കാണും. അതിന് മുമ്പായിട്ട് മാത്രമേ വാഹനം നിർത്താൻ പാടുള്ളൂ. ഡയഗണൽ മാർക്കിംഗ് ആണ്. ഇത് ഡിവൈഡറാണ് ഓറഞ്ച് കളറിൽ കൊടുക്കുന്നത്. ഈ ഹാച്ച് മാർക്കിംഗ് ഇല്ലെങ്കിൽ, ഡയഗണൽ മാർക്കിംഗ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി നേരിട്ട് വന്ന് ഡിവൈഡറിൽ ഇടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റ് മുമ്പായിട്ട് ഒരു സൂചന കൊടുക്കുന്നതാണ് ഡയഗണൽ മാർക്കിംഗ്. ഡയഗണൽ ഷേപ്പിലാണ് അതിൻ്റെ ഹാച്ച് കൊടുത്തിരിക്കുന്നത്. ആരോ മാർക്കിംഗ് ഒക്കെ നിങ്ങൾ റോഡിൽ കാണാം. 2-3 ലെഫ്റ്റും റൈറ്റോ കറവുള്ളടത്ത് ഈ റോഡിൽ തന്നെ ഇത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡ്രൈവർമാർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗീവ് വേ ചിഹ്നം. ഇതൊരു ബൈ റോഡാണ്. ഇത് മെയിൻ റോഡുമാണ്. ഈ ഗീവ് വേ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻവെർട്ടഡ് ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ വണ്ടി കൊണ്ടുവന്ന് സ്ലോ ചെയ്ത് ലെഫ്റ്റും റൈറ്റും നോക്കിയതിന് ശേഷം നമുക്ക് ലെഫ്റ്റോ റൈറ്റോ കടന്നു പോകാം. അതാണ് ഗീവ് വേ സൈൻ ഉദ്ദേശിക്കുന്നത്. ഈ സെയിം തന്നെയാണ് സ്റ്റോപ്പ് സിഗ്നൽ, സ്റ്റോപ്പ് സൈൻ. ഇവിടെ സ്റ്റോപ്പ് എന്നായിരിക്കും റോഡിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റോപ്പിൻ്റെ സൈനും കാണും, റോഡ് സൈനും കാണും. ഇവിടെ എന്ന് വെച്ചാൽ വാഹനം ഇവിടെ നിർത്തി ലെഫ്റ്റും റൈറ്റും നോക്കിയതിന് ശേഷം നമുക്ക് കടന്നു പോകും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. സ്റ്റോപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വാഹനം നിർത്തണം. ഗീവ് വേ ആണെങ്കിൽ വാഹനം നിർത്തണ്ട, വാഹനം ഇവിടെ സ്ലോ ചെയ്ത് ലെഫ്റ്റും റൈറ്റും നോക്കി കടന്നു പോകാം. ഇത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ളത്. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഇതേ ഉള്ളൂ. നമ്മളിനി അടുത്ത ആഴ്ച മുതൽ ഇത് കോർട്ടിലേക്ക് കൊടുക്കും. ഇങ്ങനെയുള്ള ഒഫൻസ് എല്ലാം കോർട്ടിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരിട്ട് കോടതി കൊടുക്കുന്നത് ഇച്ചിരി കടുത്ത നടപടിയായി പോകും. അതുകൊണ്ടാണ് ഒരു ബോധവൽക്കരണ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വാഹനങ്ങൾ ശ്രദ്ധിച്ചോടിക്കുക, റോഡ് മാർക്കിങ്സ് എല്ലാം പാലിക്കുക.